ഹലോ കൂട്ടുകാരെ, ടീച്ചർ അമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് റേണു രാധേച്ചിയും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വീണയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആ വിഷമിച്ച് നിൽക്കുന്ന വീണയെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ അന്നത്തെ പ്രൊമോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീണ ടീച്ചറമ്മയ്ക്ക് രാത്രി ഭക്ഷണമായിട്ട് അകത്തേക്ക് പോകണം കേട്ടോ. ടീച്ചറമ്മയെ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടീച്ചറമ്മയുടെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റ് താഴെ വീണുണ്ട്. അപ്പോൾ താഴെയുള്ള മഹേഷും രാധയൊക്കെ ശബ്ദം കേട്ടിട്ട് മേലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അവർക്ക് മനസ്സിലായി എന്തോ മേലെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് മേലേക്ക് കയറി വരുന്നുണ്ട് മഹേഷും രാധയും വീണേനെയും ടീച്ചറമ്മയും കണ്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും മഹേഷ് രാധി വീണയെ താഴെ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് വീണയെ സന്തോഷം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് രാത്രി. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് സന്തോഷം പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നിൻ്റെ അമ്മ വലിയൊരു പ്രചോദനമായിരുന്നു കേട്ടോ, എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരാളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ടീച്ചറമ്മയെ പറ്റി നല്ലത് പറയുന്നുണ്ട്. അത് കേട്ട് രാധയോട് പറയുന്നത് എനിക്ക് നിൻ്റെ അമ്മയെ കാണണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീണ എല്ലാ സത്യങ്ങളും സന്തോഷിനോട് പറഞ്ഞിട്ട് മേലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. സന്തോഷിനെ ടീച്ചറമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറമ്മയുടെ വാതിൽ തട്ടുന്നുണ്ട്. ആ തട്ടുന്ന സമയത്ത് ടീച്ചറമ്മ പേടിച്ച് വല്ലാതെ പേടിക്കുന്നുണ്ട്. ആരാ പുറത്ത് വന്നതെന്ന് പേടിച്ചിട്ട് വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.